ഹായ് ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാലിയിൽ ഒരു സ്വിമ്മിംഗ് ട്രാക്ക് ഉണ്ട്. അവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഞാനുണ്ട്, ശിവയുണ്ട്, വൈഫുണ്ട്. ശിവയുടെ കടലിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ ട്രാക്ക്. ഇവിടെ ട്രെയിനിങ് നടത്തുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ സ്വിമ്മിംഗ് ട്രാക്ക് കാണാൻ പറ്റും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ജമ്പിങ് സ്പോട്ട്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബോട്ടുകളൊക്കെ കിടക്കുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഈ കാണുന്ന പാറക്കെട്ടിൻ്റെ തൊട്ടപ്പുറത്താണ് കടൽ. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് നമുക്ക് ഈ ട്രാക്ക് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഈവനിങ് ടൈമിൽ നിറയെ കുട്ടികൾ വരും, ട്രെയിനിങ് ആയിട്ടും എല്ലാം ആയിട്ട്. ഇപ്പോൾ അവിടെ ട്രെയിനിങ്ങിൻ്റെ കോച്ചിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഇവിടെ 5 മണിയൊക്കെ ആകുമ്പോഴാണ് ഇവിടെ സ്റ്റാർട്ട് ആകുന്നത്. ഇപ്പോൾ കുറേ കുട്ടികൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങളിന്ന് അവധി ആയതുകൊണ്ട് ഇന്ന് ശിവയും കൊണ്ടായിട്ട് വന്നതാണ്. ഇന്ന് അവധിയല്ല, ഞാനിന്ന് ലീവ് എടുത്തതാണ്. അപ്പോൾ ആ ശിവയുടെ നിർബന്ധത്തിൽ ഇന്ന് പോകുന്നതാണ്. ഇവിടെ വന്നിട്ട് ഇപ്പം ഇത്രയും ദിവസമായിട്ട് ഇവിടെ വന്നില്ല. നമ്മൾ ബീച്ചിലൊക്കെ വന്നതേ ഉള്ളൂ. വേണ്ട, ശിവ കണ്ട് അവിടെ എൻജോയ് ചെയ്ത് നടക്കുവാണ്. ശിവ എങ്ങനെയുണ്ട്? എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? പൊളിയാണോ? എങ്ങനെയുണ്ട്? സൂപ്പറോ? ശിവയുടെ എൻജോയ് ചെയ്യേണ്ടത്. ശിവ മുങ്ങി കുളിക്കുവാണ്. അവന് നീന്താൻ ഇവിടെ വന്നിട്ടാണ് കുറച്ച് പഠിച്ചു. 1 മാസം കൊണ്ട് അവന് ഇപ്പോൾ കടലിൽ തന്നെ കിടന്ന് കളിക്കുന്നതുകൊണ്ട് അത്യാവശ്യം നീന്താൻ എന്ന രീതിയിൽ അവൻ പഠിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ സ്ഥിരമായിട്ട് നിൽക്കുകയാണ്. നമുക്ക് ഇവിടെ സ്വിമ്മിങ്ങിൻ്റെ കോച്ചിങ്ങിനൊക്കെ വിടാം. പക്ഷേ അതിനുള്ള ഇതില്ല. അവർക്ക് അടുത്ത മാസം പോകേണ്ടതാണ്. അടുത്ത മാസം സ്കൂൾ തുറക്കുമ്പോഴത്തേന് പിന്നെ പോകാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ചോദിച്ചാണ് അവനോട് ഇവിടെ തന്നെ നിന്ന് പഠിക്കുന്നതെന്ന്. പക്ഷേ അപ്പോൾ അവനവിടെ നിൽക്കണ്ട. കാരണം നമ്മുടെ ഇവിടെ വീട്ടിൽ നിന്ന് പറഞ്ഞ് ഇവിടെ പുറത്ത് പോകാനോ ഒന്നും കളിക്കാനോ ഒന്നും ആരുമില്ല. അവനൊരു റൂമിൽ തന്നെ ഇരിക്കണം. അത് ആൾക്ക് ഭയങ്കര മടുപ്പാണ്. അതുകൊണ്ടാണ്. അപ്പോൾ അവൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ കൂട്ടുകാരും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇനി ഒരു ദിവസം സാഹചര്യം അനുസരിച്ച് നമ്മൾ വന്ന് നീന്തലൊക്കെ പഠിപ്പിക്കാം. ശിവ എങ്ങനെയുണ്ട്? പൊളിയാണോ? പൊളി സാധനമാണോ? സാധനം ഇഷ്ടപ്പെട്ടോ? ആ ബാക്കിൽ കാണുന്ന റോഡാണ് ബസ്സൊക്കെ പോകുന്നത്. ഇവിടെ എല്ലാവരും നല്ല എൻജോയ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും നല്ല സൂപ്പറടി. ചൂട് സമയത്ത് ഇവിടെ വന്ന് കിടക്കാനുണ്ടല്ലോ, നല്ല ചൂടുമാണ്. ഇവിടെ ആണെങ്കിൽ നല്ല ചൂടാണ്. ഇപ്പോൾ ഇവിടുത്തെ ഡിഗ്രി എന്ന് പറയുന്നത് 38 ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ട്. ആ ചൂടത്ത് ഈ വന്ന് കടലിൽ വന്ന് കിടക്കും. ഉച്ച തൊട്ടേ ആൾക്കാർ ഇവിടെ വന്ന് കിടക്കും. 2 മണി മുതലേ ആൾക്കാർ വന്ന് കിടക്കും. കാരണം അത് നല്ലൊരു റിലീഫാണ്. റൂമിലാണെങ്കിൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല, അതുപോലെ ചൂടാണ്. AC ഇട്ടെന്ന് പറഞ്ഞാൽ ചൂടാണ്. പക്ഷെ അതെന്തായാലും ഇവിടെ വന്ന് ഈ സമയത്ത് ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് നമുക്കൊരു 1 അവർ റിലാക്സ് ചെയ്യാനായിട്ട്, നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് കൂളാകാനായിട്ട് പറ്റിയ സ്പോട്ടാണ്. നമുക്ക് ഫ്ലൈറ്റ് പോകുന്നതൊക്കെ കാണാൻ പറ്റും. കണ്ടോ, ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലേ? അതിൻ്റെ തൊട്ടടുത്താണ് എയർപോർട്ട്. ഇവിടെ കുട്ടികൾ കണ്ട് കയറി പാറയുടെ പുറത്തൊക്കെ കയറി നിന്ന് കളിക്കുന്നുണ്ടോ? ഇവിടുത്തെ അത് കൊച്ചു പിള്ളേരാണ് കേട്ടോ. എല്ലാം 3 വയസ്സും 4 വയസ്സുള്ള പിള്ളേരുണ്ട്. പിന്നെ 8 വയസ്സൊക്കെ ഉള്ളൂ. അത്രയൊക്കെ ഏജ് ഉള്ളൂ. ഇവിടുത്തെ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിമ്മിങ് കൊച്ചിലെ മുതലേ അവർ സ്വിമ്മിങ് പഠിപ്പിക്കും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റാണത്. നമ്മുടെ നാട്ടിലും കുഞ്ഞു പിള്ളേരെയൊക്കെ ചെറുപ്പം മുതലേ സ്വിമ്മിങ് പഠിപ്പിക്കണം. കാരണം ഇവിടെ സ്പോർട്സിന് നല്ല ഇതാണ്. ഫുട്ബോളായിട്ടോ സ്വിമ്മിങ് ആയിട്ടോ എന്തിനും ഇവിടുത്തെ കൊച്ചു പിള്ളേർ മുതൽ പൊളിയാണ്. നമ്മുടെ നാട്ടിലും അതുപോലത്തെ ഒരു സംവിധാനമൊക്കെ വരുത്തണം. ചെറിയ വയസ്സിലെ പിള്ളേർക്ക് സ്വിമ്മിങ് ട്രെയിനിങ്, ഫുട്ബോൾ ട്രെയിനിങ്, അങ്ങനെ ഇതൊക്കെ ആയിട്ട് കൊടുക്കണം. ഈ പാറക്കെട്ടൊക്കെ കണ്ടില്ലേ? എന്ത് ഭംഗിയാണ് കാണാനല്ലേ? അത് ആ നിരപ്പിനടുക്കി വെച്ചിരിക്കുന്ന ഒരേ ലെവലിലും അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ശിവയാണെങ്കിൽ എൻ്റെ അമ്മയുടെ കയ്യിൽ കിടന്ന് നീന്തലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് വെള്ളവും കുടിക്കുന്നുണ്ട്. പനിയൊന്നും പിടിക്കാതിരുന്ന വലിയ കാര്യം. എന്തായാലും വന്ന് 1 മാസമായി, ഇതുവരെ പനിയൊന്നും പിടിച്ചിട്ടില്ല. അത് തന്നെ വലിയൊരു ആശ്വാസം. അവനെന്തായാലും ഇവിടെ കിടന്ന് വെക്കേഷൻ എന്തായാലും നല്ല രീതി അങ്ങ് ആഘോഷിക്കുക. ചെല്ലക്കാറ്റ് ചൊല്ലു ചൊല്ലു ചക്കരവാക്കിലെന്തുണ്ട്, മായക്കാറ്റ് നില്ല് നില്ല് ചിത്തിര കയ്യിലെന്തുണ്ട്, അത്തിമരത്തിലെ കൊച്ചുകിളിക്കൂട്ടിൽ പുള്ളിക്കുയിൽ കുഞ്ഞു കുഞ്ചും കുറുമൊഴിയോ, പെറ്റുപെരുകണ പൊന്മയിൽ പിരിയോ. ചെല്ലക്കാറ്റ് ചൊല്ലു ചൊല്ലു ചക്കരവാക്കിലെന്തുണ്ട്, മായക്കാറ്റ് നില്ല് നില്ല് ചിത്തിര കയ്യിലെന്തുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനെന്നാൽ ശിവയോട് കയറാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ അവൻ 5 മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഇപ്പം ഇച്ചിരി വെള്ളം കൂടുന്നുണ്ട് കേട്ടോ. നമ്മൾ വന്നതിനെക്കാട്ടിലും വെള്ളം ഇപ്പോൾ ഇച്ചിരി കൂടി. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പറയത്തില്ല, നമ്മൾ വേലിയേറ്റം വേലിയിറക്കം എന്നൊക്കെ പറയത്തില്ല. അതുപോലെ തന്നെ ഇവിടെ ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേന് ഇച്ചിരി വെള്ളം കൂടും.
അന്നേരം ഞാൻ അവനോട് കയറാമെന്ന് പറഞ്ഞപ്പോഴത്തേനും ഓരോ 5 മിനിറ്റ് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. ഇവനെ ഒന്ന് കയറ്റിയിട്ട് വേണം എനിക്ക് ട്രാക്കിൽ ഇറങ്ങി ഒരു റൗണ്ടെങ്കിലും നീന്തിയിട്ട് പോകണ്ടേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ട്രാക്കിൽ ഇറങ്ങാതെ പോകുന്നത് എനിക്കിഷ്ടമല്ല. എനിക്ക് അവിടെ പോയേ പറ്റത്തുള്ളൂ. ഞാനെന്നാൽ അവനോട് അതിന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഒരുവിധം അവനെ അകത്തോട്ട് കയറ്റി. അവനെ കയറ്റി കഴിഞ്ഞ് ഞാൻ നേരെ വേണ്ടേ ട്രാക്കിലോട്ട് പോയി. ട്രാക്ക് ഇപ്പോൾ എംപ്റ്റി ആണ് കേട്ടോ. ഇന്ന് എനിക്ക് തോന്നുന്നു ട്രെയിനിങ് ഒക്കെ നേരത്തെ കഴിഞ്ഞെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഒരു 7 മണി വരെ 7 മണി 7:30 വരെയൊക്കെ ഇരിക്കുന്നതാണ്. ഇന്ന് വർക്കിംഗ് ഡേ ആണല്ലേ. വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഫ്രൈഡേയോ ഒക്കെ സാറ്റർഡേ ഒക്കെ ആണെങ്കിൽ ഫുൾ ഒരു 7 മണി വരെയെങ്കിലും കാണും. ഞാനപ്പോൾ അതിന് നേരെ കയറി എന്നാൽ ഒന്ന് റൗണ്ട് അടിക്കാമെന്ന് പറഞ്ഞ് ഞാനും നേരെ ട്രാക്കിലേക്ക് ചാടി. എല്ലാം കഴിഞ്ഞ് നേരെ ആ കരക്ക് കയറി കഴിഞ്ഞപ്പോൾ വേണ്ടേ അമ്മയും ശിവയും കൂടെ അവിടെ നിന്നുള്ള കക്കായും ശംഖ് അതുപോലെ ഇവിടെ നല്ല വെള്ള കളർ, നല്ല വെളുത്ത കളറിലാണ്. വലിയ അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അതൊക്കെ പറക്കിക്കൊണ്ടിരിക്കുന്നത് ഉണ്ട്. വേട്ടം കണ്ട് ഇത് കണ്ടില്ലേ, ഇതേപോലെ നല്ല തെളിഞ്ഞ് കിടക്കുവാണ്. ഒരു അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല നീറ്റാണ്, നല്ല ക്ലിയർ ആയിട്ട് അതിൻ്റെ അടിവശം കാണാം. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കുളിക്കുന്ന ഇതുണ്ട്. നമ്മൾ അത് കഴിഞ്ഞ് നമുക്ക് ഷവർ ചെയ്ത് നമ്മുടെ മേത്ത ഉപ്പിൻ്റെ ഇതും അംശവും എല്ലാം കളഞ്ഞ് നമുക്ക് പോകാം. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ കണ്ട് ബാത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും ശിവയും കൂടെ അവിടെ ഷവറിൽ നിന്ന് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഷവറിനിടയിൽ നിന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വെളിയിലോട്ട് ഇറങ്ങുവാണ് ഗൈസ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങി തലയൊക്കെ തോർത്തി വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ കണ്ടതോ ഇതാണ്ട് ഈ കാഴ്ചയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജമ്പിങ് സ്പോട്ട്. എൻ്റെ പിള്ളേർ വന്ന് ചാടുന്നുണ്ടോ. ഇവിടെ നമ്മൾ ചാടുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല രീതിയിൽ നീന്തൽ അറിയാവുന്നവർ മാത്രമേ ചാടാൻ പറ്റത്തുള്ളൂ. ആ സ്ലൈഡിങ് ഒക്കെ ഉണ്ട്. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല ആഴമുണ്ട്. അതേപോലെ തന്നെ നല്ല തിരയും വരും, നല്ല വേവാണ് വരുന്നത്, നല്ല ഓളമായിരിക്കും ഫുള്ള്. നീന്തൽ അറിയാത്ത ഒരാൾ ചാടിക്കഴിഞ്ഞാൽ പാടുപെടും. ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് വന്നു വരുമ്പോൾ നമ്മളും ചെയ്യാറുണ്ട്, ചാടാറൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ കയറി നിന്നിട്ട് ഇങ്ങനെ നോക്കും കേട്ടോ, ഒരു 5 മിനിറ്റ്. ചാടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിച്ച് പേടിച്ചാണ് ഞങ്ങൾ ചാടുന്നത്. ഇവിടെ നോക്കിയാൽ പിള്ളേർ വന്ന് നല്ല സിമ്പിളായിട്ട് അങ്ങ് ചാടുവാണ്. അതാണ് ഇവിടുത്തെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ ഏറ്റവും വലിയ ഗുണം അതാണ് കേട്ടോ. ഒരു പേടിയില്ല പിള്ളേർക്ക്, സിമ്പിളായിട്ട് വരിക ചാടുക. ഞാൻ വൈഫിനോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ട് വരുമ്പോൾ ഇങ്ങനെ ഇത്ര നേരം നിന്നിട്ടായിരിക്കും ഒന്ന് ചാടുന്നതെന്ന്. അത് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഞങ്ങൾ. പിള്ളേരതെല്ലാം ചെയ്തതും കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് നടന്നു. അപ്പോൾ ഞങ്ങൾ സ്വിമ്മിങ് എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ ഗൈസ്, ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ. ഞാൻ മറ്റേ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട്, അല്ലാതെ വ്ളോഗായിട്ട് ചെയ്യുന്നത് ഫസ്റ്റാണ്. എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. എങ്കിൽ മാത്രമേ എനിക്കതെല്ലാം തിരുത്തിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഗായ്സ്, അന്നേരം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ ബൈ.